Assalamualaikum, welcome back to my channel. ഞാൻ റുബീന അക്ബർ. ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ പിസ്സ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും പിസ്സ നല്ല ഇഷ്ടമായിരിക്കും. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പോയി വാങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ വീട്ടിലെങ്ങനെ ട്രൈ ചെയ്യാമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പിസ്സ ഡോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഈ സംഭവം ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൽക്കൊരു 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മൈദയിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഓറിഗാനോ അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാ ഓയിലായാലും മതി, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ഈ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. പക്ഷെ അതിനെക്കാട്ടും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും നമ്മളിപ്പോൾ ഈ പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡോ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ തടവിയിട്ട് അടച്ചു മൂടി വെക്കുകയാണ്. 1 മണിക്കൂർ നമ്മൾ അങ്ങനെ വെക്കണം, എന്നാലേ ഈ മാവ് പൊന്തി വരുള്ളൂ. അപ്പോൾ ഒന്നും കൂടി അത് സോഫ്റ്റായി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ മാവ് കവർ ചെയ്ത് വെക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നന്നായിട്ട് എയർ കയറാത്ത വിധത്തിൽ കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ടോപ്പിങ്ങിനായിട്ടുള്ള വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ നന്നായി മെൽറ്റായി വന്നതിൻ്റെ ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ഞാൻ സെഗ്മെൻ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്, കാരണം ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. മൈദ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് സോസ് ശരിയാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിന് ശേഷം ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിംഗ് സെറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിസ്സയുടെ ഡോ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കണ്ട പോലെ എൻ്റെ പിസ്സയുടെ ഡോ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ 2 പാർട്ടാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു പകുതി മതിയാവും നമുക്കൊരു മീഡിയം സൈസ്ഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ പരത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, അത് തീരെ തിന്നാവാൻ പാടില്ല, നല്ല കട്ടി വേണം കേട്ടോ. അപ്പോൾ ഇതിലത്തെ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു പാൻ എടുത്തിട്ട് നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിസ്സയുടെ ക്രസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്രസ്റ്റ് നമ്മൾ ഈ പാനിനനുസരിച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ഒരു എഡ്ജും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ എയർ ബബിൾസ് കളയാൻ വേണ്ടി ചെയ്ത പോലെ തന്നെ വീണ്ടും ഫോർക്കായിട്ടൊന്ന് പോക്ക് ചെയ്ത് കൊടുക്കണേ.
അപ്പം നമ്മുടെ പിസ്സ ക്രസ്റ്റ് സെറ്റായ സ്ഥിതിക്ക് അതിലേക്ക് വേണ്ട ടോപ്പിങ്സ് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് സോസ്, ഹോം മെയ്ഡ് പിസ്സ സോസ്, പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സും ഒലീവ്സും, പിന്നെ നമ്മുടെ ഓണിയൻ 2 ടൈപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യൂബ്സ് ആയിട്ടും പിന്നെ റൗണ്ട് ഷേപ്പായിട്ടും, പിന്നെ കുറച്ച് ഒറിഗാനോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെജീസൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിസ്സ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് സോസ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഓണിയനും ഒലീവ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ കുറച്ച് ചിക്കനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടി വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കുക്കായി വരുമ്പോൾ ശരിക്കും ഒരു ചീസിൻ്റെ ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക. പിന്നീട് നമുക്ക് കുറച്ച് ഒറിഗാനും ചില്ലി ഫ്ലേക്സും ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ടു കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അതിന് മുന്നേ നമ്മൾ കുറച്ച് ഓയിൽ ഇതിൻ്റെ ചുറ്റോരം ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോക്കായിട്ട് ഇങ്ങനെ കുത്തി നോക്കി. അപ്പോൾ മാവൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ക്രസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ബാക്കിയുള്ള ഡോ ആയിട്ട് ഞാൻ ഒരു പിസ്സയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ ഗൈസ്. അസ്സലാമു അലൈക്കും.